നല്ല അടിപൊളി വീഡിയോ ഉണ്ട്. എല്ലാവർക്കും സാധനം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ മാരുതി ആൾട്ടോ എന്നോട് അതിൻ്റെ കൂളിംഗ് കോയിൽ അഴിച്ച് മാറുന്ന വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൂളിംഗ് കോയിൽ അഴിച്ച് മാറുന്ന എങ്ങനെയാണ് ഡാഷ് അഴിച്ച് എങ്ങനെയാണ് കൂളിംഗ് അയക്കുന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അപ്പോൾ വേറെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഴിച്ചെല്ലാം നമുക്ക് എങ്ങനെ കാണിക്കുന്നത് അഴിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കാണുന്ന സ്റ്റീറിംഗ് കോളൊക്കെ അഴിച്ച് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റീറിംഗ് കോളൊക്കെ അഴിച്ച് മാറ്റാൻ പോവാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ നമ്മൾ എടുക്കണേ നോക്കാം. ഈ ഷട്ടറിൻ്റെ ഈ നോബ് വന്നുകൊണ്ട് ഇവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുമായിരുന്നു. കണ്ടോ, ഇത്ര ഭാഗത്തേക്ക് വരുള്ളൂ, ഇങ്ങോട്ടേക്ക് വരില്ലുണ്ടോ, എത്ര തിരിച്ചാലും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിട്ട് കുട്ടികളെന്തോ പൈസ ഇതിലൂടെ ഇട്ടിട്ട് പൈസ എന്താണോ അതിനകത്ത് പോയി ജാമായേക്കാണ്. നമ്മൾ അതിൻ്റെ കേബിളിനല്ല പ്രശ്നം, അതിൻ്റെ അകത്ത് പോയി ഷട്ടർ ജാമായേക്കാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഡാഷ് അയച്ച് നമ്മളിപ്പോൾ കൂളിംഗ് കോയിൽ അയച്ചെടുത്തിട്ടാണത് ആ കേസ് പീസാക്കണം. എന്നാലാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ തിരിയാനില്ല ഉണ്ടാവും. പിന്നെ ഇവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നു ഉണ്ടോ, ഇത്രയും വന്ന് സ്റ്റക്കായി നിൽക്കണം, തിരിയാനില്ല. അപ്പോൾ ഇത് നമുക്ക് അഴിച്ച് നോക്കി റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാഷ് അയക്കുന്നത്. അപ്പോൾ അത് ആ കൂളിംഗ് കോയിൽ ഇങ്ങനെ ഭാഗം മൊത്തം പീസാക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനുള്ളിലേക്ക് എന്താ പോയേക്കുന്നത്. അപ്പോൾ അത് അയക്കുന്ന വീഡിയോ നമ്മളിത് ചെയ്യണം. അപ്പോൾ നോക്കാം, നമുക്ക് അത് അയച്ച് നോക്കാം. അപ്പോൾ അതിന് സ്റ്റീറിംഗ് കൂരി എടുത്തിട്ട് വേണം നമുക്കത് ചെയ്യണമെങ്കിൽ. അപ്പോൾ നേരെ നമുക്കത് അയക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീറിംഗ് കോൾ ഊരിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള ബാക്കി ഡാഷ് സാധനങ്ങളൊക്കെ അടിക്കാനുള്ള സ്റ്റീറിംഗ് കോൾ നമ്മൾ ഊരിയെടുത്തപ്പോൾ നമ്മളത് താഴെ വെച്ചിട്ടുണ്ട്. കണ്ടോ, താഴെ സ്റ്റീറിംഗ് കോൾ അടിക്കാനുള്ള കാരണം ഊരി നമ്മൾ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ് അടിക്കാനുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ അയക്കാം. ഓക്കെ, രണ്ട് കേബിളാണ്. ഇതൊക്കെയാണ് ഷട്ടറിൻ്റെ കേബിളാണ്. അപ്പോൾ അത് രണ്ടും മാറ്റി എൻ്റെ അതിനുള്ളിൽ എന്താ വീണെടുക്കണം. അപ്പോൾ അത് എടുക്കണം. നമുക്ക് അത് മൊത്തം പീസാക്കിയിട്ട് എടുക്കണം. ഇതാണ് എൻ്റെ ഷട്ടർ ക്ലോസ് ആവുന്ന സാധനങ്ങളാണ് കാണുന്നത്. ഇത് രണ്ടും നമുക്ക് അയച്ചെടുക്കണം. ഇങ്ങനെ ഇത്ര വന്ന് സ്റ്റോപ്പായി നിൽക്കുക. അപ്പോൾ അത് അയച്ചാലാണ് പീസാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അതിനവിടെ ഓരോ ഭാഗങ്ങളൊക്കെ അയക്കുന്നതാണ് കാണുന്നത്. ഡാഷിൻ്റെ ഈ സൈഡിൽ രണ്ട് സൈഡിലും രണ്ട് വശത്ത് 12 ബോൾട്ട് കിട്ടും. അപ്പോൾ ഈ 12 ബോൾട്ടും ഇതാണ് ലൂസാക്കി ഈ 12 ബോൾട്ടും ഫിഷ് നമ്മൾ റിങ്ങോ ഇതിലിട്ട് അതിലോട്ട് പീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഊരിയെടുക്കുക. അങ്ങനെ കണക്ടർ വെച്ചിട്ട് ഇവിടെ 2 ക്യാപ്പുണ്ട് ഡാഷിൻ്റെ മേലിൽ. ഈ ക്യാപ്പ് അങ്ങോട്ട് പൊക്കുക. വേറെ അതിൻ്റെ ഉള്ളിൽ 10 വോൾട്ട് ഉണ്ടാവും. അങ്ങനെ 3 ക്യാപ്പുണ്ട്. ഇത് സെൻറ്ററിലുണ്ട്, 2 അറ്റത്ത്. ഉള്ളിൽ കാണുന്നത് നമ്മൾ 10 ഇട്ടിട്ട് ഈ ബോൾട്ടുകൾ യൂസ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ 3 ഉണ്ട്. ഇവിടെ ഉണ്ട്, സെൻറ്ററിലും ഉണ്ടായിരുന്നു. ഇത് ഗ്ലാസ് നോക്കണം, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അങ്ങനെ 3 ഉണ്ട്. ഈ 3 കൂടെ അഴിച്ചിട്ട് നമുക്ക് ഡാഷ് ഇങ്ങനെ കിടക്കാൻ നോക്കാം. അങ്ങനെ ഡാഷ് ഊരി എടുക്കണം. കിടക്കാനുണ്ട്. അപ്പോൾ ഊരി താഴെ വെച്ചേക്കണം. നമുക്ക് പൊക്കി പുറത്തേക്ക് എടുക്കണം. ഡാഷ് അഴിച്ചിപ്പോൾ ഊരിയെടുത്ത ഈ കാണുന്നതാണ് കൂളിംഗ് കോയിൽ. ഇതാണ് നമുക്ക് ഊരിയെടുക്കേണ്ട ഭാഗം. ഇതിനുള്ളിൽ ആ ഷട്ടർ ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ ഷട്ടർ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഊരിയെടുക്കുന്നുണ്ട്. ഇത് പുറത്തിറക്കണം. അതോടെ ഗ്യാസൊക്കെ നമുക്ക് കളയാണ്ട് AC ഗ്യാസൊക്കെ ഇത് ചെയ്താലാണ് റിമൂവ് ചെയ്താലാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഡാഷ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചെടുത്ത് മാറ്റി. അതിൻ്റെ ഡാഷും കൂളിംഗ് കോയിലും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അയച്ചെടുത്ത് ഇതാണ് നമുക്ക് അങ്ങനെ മൊത്തമായിട്ട് അയച്ചെടുക്കുന്നത്. അതിൻ്റെ ഈ ഷട്ടറാണ് കംപ്ലൈൻറ്റ്. നമുക്ക് അയച്ച് പീസാക്കി വെക്കുന്നത്.
ഒടിഞ്ഞ് കിടക്കണം. ഈ ഒരു പീസ് ഇതിനകത്ത് ഒടിഞ്ഞ് കിടക്കണമോ ഇത് ജാമായിട്ടാണ് കട്ടിലാണ് ഇതിനകത്ത് കിടന്നായിരുന്നത്. ഷട്ടർ ജാമായി കിടന്നതുകൊണ്ടാണ്. ഉള്ളിൽ അവിടെ നിന്ന് ഇതിൽ പിള്ളേരൊക്കെ കളിക്കുന്ന സാധനങ്ങളാണ് തോന്നുന്നത്. എൻ്റെ കുട്ടിയിൽ കളിച്ചിട്ടെന്താണ് ഇട്ടിരിക്കണതിൻ്റെ ഉള്ളിലേക്ക് അതിനകത്ത് ഒരു ജാമായി ചെയ്യുന്നുണ്ട്. ഒന്ന് പീസാക്കി നോക്കാം എന്തായാലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കാം. മൊത്തം എന്തെങ്കിലും പോയിട്ടോ നോക്കി നമ്മളത് പീസാക്കി രണ്ട് ഭാഗങ്ങളാക്കി നോക്കാം. ഇനി ഒന്നാലും പീസാക്കി നോക്കാം. ഫിൽറ്ററുണ്ട് എലിയുടെ കാഷ്ടാണ്. എലി കാഷ്ടം അത് ഇപ്പന്നെ മേടിക്കണോ അതോ കൊടുത്തിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതാ അത് ബാക്കി വിടും. എന്നിട്ട് പിന്നെ നോക്കിയത് ഈ കാണുന്ന ഹോൾ എലി കട്ട് ചെയ്തേക്കണം. ഉള്ളിൽ കാണണം അത്രയും ഭാഗം എലി കടിച്ചുകൊണ്ട് പോയി. എലി കയറിയിട്ട് ഇത് കടിച്ച് നാശമാക്കിയ സാധനം ഷട്ടറിൻ്റെ ക്ലോസ് ആവണം. അത് കാരണം ഏറെ കറക്റ്റ് ആയിട്ട് അത്രയും വലിയ ഹോളായിരുന്നു ഇവിടെ എലി കടിച്ച്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യണേ സാധനം. അത് നിറയെ പീസ് മാറിയാണ് നല്ല വേറെ കാരണം. അതാണ് ഇപ്പം അതിൻ്റെ അവസ്ഥ. നമ്മളതിൻ്റെ കൂളിംഗ് കോയിൽ മൊത്തം നമ്മൾ പീസാക്കിയിട്ടുണ്ട്. ആ കൂളിംഗ് കോയിൽ മൊത്തം പീസാക്കിയാണ് കാണുന്നത്. ഇത് അതിൻ്റെ ഹീറ്ററാണ്. ഹീറ്റർ കോയിലാണ്. ഹീറ്റർ ഒരു തണുപ്പ് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഹീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്ന ഹീറ്ററിൻ്റെ കോയിലാണത്. ഇത് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പീസാക്കി മൊത്തം പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് എ സിയുടെ ഫിൽറ്ററാണ്. ഇതാണ് അതിൻ്റെ കൂളിംഗ് കോയിൽ. നമ്മൾ തണുപ്പിക്കുന്ന കൂളിംഗ് കോയിലാണത്. തണുപ്പ് വരുന്ന കൂളിംഗ് കോയിലാണ്. ഇത് അതിൻ്റെ ബ്ലോവർ ഫാൻ മോട്ടറാണ്. ബ്ലോവർ ഫാൻ കാറ്റ് നമ്മൾ ഓൺ ചെയ്ത് ഫാൻ വരുന്ന കാറ്റ് വരുന്ന അത് ബ്ലോവർ ഫാൻ എന്നാണ്. അങ്ങനെ നമ്മളെല്ലാം പീസാക്കി വെച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കയറ്റാണ്. ഇതിനകത്ത് കംപ്ലൈൻറ്റ് ആയിരിക്കണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എലി കയറിയിട്ടുണ്ട്. എലി കയറിയിട്ട് ഇത് മൊത്തം കടിച്ച് കളഞ്ഞ് അത് ആ സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ മൊത്തം എലി കയറി ബ്ലോക്കിട്ട്. പിന്നെ ഇതിനകത്ത് ഈ ഷട്ടർ വർക്ക് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ ഷട്ടർ. നമ്മൾ പുറത്തുനിന്ന് തിരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന ഷട്ടറുകളാണ്. ഇതുണ്ടോ, ഇത് ഓരോരുത്തരെ പിടിച്ചിരിക്കുന്നത് രണ്ടെണ്ണം തിരിയണമാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഷട്ടർ ഇത് ക്ലോസ് ആവണ അനുസരിച്ച് നമുക്ക് നമ്മുടെ ഫേസിന് നേരെ വന്നതും പിന്നെ ഗ്ലാസ്സിലേക്ക് വേറെ വരണതും നമ്മുടെ കാലുമേലേക്ക് കൂടിങ്ങി വന്നതൊക്കെ ഈ ഷട്ടറുകൾ വർക്ക് ചെയ്യുമ്പോൾ ഷട്ടറുകൾ തിരിയുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഇതാണ് ഈ കാണുന്നത്. ഇതാണ് ഇതുവഴിയാണ് അത് തിരിയണത്. നമ്മൾ ആദ്യമേ പുറമേ തിരിച്ചപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചാൽ നോബ് തിരിച്ചപ്പോൾ ഇത് തിരിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ സാധനം എലി കയറി നാശകടിയിൽ എന്ത് സാധനം കടിച്ചുകൊണ്ട് നിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കയറി സ്റ്റക്കായതാണ്. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സാധനം നമ്മൾ ആദ്യം കാണിച്ചില്ലേ, അതാണ് ആ എലി കയറി കടിച്ച് ചേർന്നത്. അപ്പോൾ ഇതിവിടെ പിടിച്ച് തിരിക്കുമ്പോഴാണ് ഈ ഷട്ടറുകൾ ഓരോന്ന് ക്ലോസായി ഓരോ ഇതിനുള്ളിൽ കൂടെ കറങ്ങിയാണ് ഈ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ എയർ ഇതിനുള്ളിൽ കൂടെ കറങ്ങി കയറിയാണ് നമ്മുടെ നേരെ വരുന്നതും കാലുമേലേക്ക് വരുന്നതും ഗ്ലാസ്സിലേക്കൊക്കെ എയർ വരണം ഈ ഷട്ടർ ക്ലോസ് ആണനുസരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒടിഞ്ഞ സാധനം കയറിയിരുന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അത് കൃത്യമായിട്ട് നമുക്ക് നേരെ കാറ്റ് വരാതിരുന്നത്. ഒടിഞ്ഞ ഒരു കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പീസാണ്. ഈ ഒരു പീസാണ് കേട്ടോ. ഈ ഒരു കഷ്ണമാണ് അതിനകത്ത് ഒടിഞ്ഞ് കയറി അവിടെ ഒടിഞ്ഞ ആ ഷട്ടറിൽ സ്റ്റക്കായി നിന്നത്. ഇതവിടെ ഇടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വേറെ വരാതെ ആ ഷട്ടർ വർക്ക് ചെയ്യാണ്ടിരുന്നത്. അതെല്ലാം കാരണം ഈ എലി കയറി ഇതായതുകൊണ്ടാണ് അതങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളിത് ക്ലീൻ ചെയ്ത് എല്ലാം കയറ്റി സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾക്കെല്ലാം കയറ്റി ക്ലീൻ ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് സെറ്റ് ചെയ്ത് മറ്റേ ഷട്ടറുള്ള ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവും. അപ്പോൾ അത് വർക്കിങ് സെറ്റ് ചെയ്ത് തരാം. നമുക്ക് ഷട്ടറിൻ്റെ സാധനം സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ
അതിൻ്റെ ഇപ്പോൾ എല്ലാ പൊസിഷനിലും വർക്ക് ചെയ്യേണ്ടത്. ഓരോരോ സാധനങ്ങളും ഉണ്ട്, ഓരോ ഷട്ടറും ക്ലോസ് ആവുന്നതുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റാക്കുന്നത്. എത്രയും സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂളിംഗ് കോയിലെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം അസംബ്ലി ആക്കി സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇതിലൂടെ അതിൽ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു നെറ്റ് വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അടങ്ങി അതിൽ കയറാതിരിക്കേണ്ട രീതിയിൽ ഇത് കയറി വന്നാണ്.
നമ്മൾ ഡാഷൊക്കെ ഫിറ്റ് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തു. നെറ്റെല്ലാം തന്നെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് AC ചാർജ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഡാഷൊക്കെ വാക്യൂം ചെയ്യണം. നമ്മൾ ഗ്യാസൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. പൈപ്പൊക്കെ തണുത്ത് വെള്ളം മണ്ണ് നല്ല തുണിയായിരുന്നു. അതിനെ നോക്കണേ. ഇപ്പോൾ നല്ല തണുപ്പാണ്. AC നല്ല AC ഇട്ട് നമ്മൾ ഇതിനകത്തിരിക്കുകയാണ്. എല്ലാം സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഓൺ ചെയ്ത് വേണ്ട. AC ഓണാണ് ഇപ്പോൾ ആ ഷട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനാണ് കേട്ടോ. ഓരോ സ്റ്റെപ്പും ഉണ്ട്. ഇപ്പോൾ ഗ്ലാസിൻ്റെ പൊസിഷനിൽ ഇത്രയും ഇത് അങ്ങോട്ട് വർക്ക് ചെയ്യില്ലായിരുന്നു. അതാണ് എൻ്റെ പ്രശ്നം. കാലിലേക്ക് ഇപ്പോൾ നമ്മുടെ നേരെ പൊസിഷൻ ഇതിലൂടെ കാരണം ഗ്ലാസ്സൊക്കെ നല്ല ഐസ് മാതിരി ആയിട്ടോ. പുറകിലൊക്കെ ഉണ്ടോ നല്ല തണുപ്പായി. നല്ല അടിപൊളി കൂളിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.